നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഈജിപ്തിലെ ഹർഖാഡയിൽ നിന്നും ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലേക്ക് പറന്ന വിമാനം പൈലറ്റ് ബോധരഹിതനായതിനെ തുടർന്ന് ഏതൻസിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. മിയാമിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോയ ജർമ്മൻ എയർലൈൻസ് ആയ ലുഫ്താൻസയുടെ LH-463 എന്ന വിമാനമാണ് അടിയന്തരമായി നിലത്തിറക്കിയത്. വിമാനത്തിനുള്ളിൽ ജീവനക്കാർക്കുള്ള വിശ്രമ ഏരിയയിലാണ് പൈലറ്റ് ബോധരഹിതനായി വീണത്. പൈലറ്റ് ബോധരഹിതനായതോടെ ക്രൂ അംഗങ്ങൾ വിമാനത്തിന്റെ മുൻഭാഗത്തേക്ക് ധൃതി പിടിച്ചെത്തുകയായിരുന്നു. ഇതോടെ അരുതാത്തത് എന്തോ സംഭവിച്ചു എന്ന ആശങ്ക യാത്രക്കാർക്കുമുണ്ടായി. ഇത് യാത്രക്കാരിൽ പലരും കരഞ്ഞ് നിലവിളിക്കുന്നതിനും കാരണമായി. യാത്ര ആരംഭിച്ച് 2 മണിക്കൂറിന് ശേഷമായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മറ്റു ജീവനക്കാർ ഉടൻ തന്നെ പൈലറ്റിന് പ്രഥമ ശുശ്രൂഷ നൽകി. മെഡിക്കൽ പ്രൊഫഷണലുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ജീവനക്കാർ വിളിച്ചു ചോദിച്ചതായി ഒരു യാത്രക്കാരൻ പറഞ്ഞതായാണ് റിപ്പോർട്ട്. പിന്നീടാണ് പൈലറ്റിന് സുഖമില്ല എന്നും അടിയന്തരമായി വൈദ്യസഹായം ആവശ്യമാണെന്നും അറിയിച്ചത്. ഇതോടെ യാത്രക്കാരും ആശങ്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. എന്നാൽ സഹ പൈലറ്റ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. പാരാമെഡിക്സ് വിമാനത്തിൽ എത്തിക്കുകയും പൈലറ്റിനു വേണ്ട ശുശ്രൂഷകൾ നൽകുകയും ചെയ്തു. ന്യൂഫൗണ്ട്ലാൻഡിലെ ഗാൻഡറിൽ നിന്ന് ഏകദേശം 260 കിലോമീറ്റർ പടിഞ്ഞാറ് 10.6 കിലോമീറ്റർ ഉയരത്തിൽ വെച്ചാണ് സംഭവമുണ്ടായത്. കനേഡിയൻ ഏവിയേഷൻ സേഫ്റ്റി ബോർഡ് സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 19 നടന്ന സംഭവം ഇന്നലെയാണ് പുറത്തുവന്നത്.